അപ്പൊ എനിക്ക് 13 വയസ്സായിരിക്കുന്നു സുഹൃത്തുക്കളെ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ചെറിയ രീതിയിലുള്ള സെലിബ്രേഷനാണ്. എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉമ്മയുടെ ഓഫീസിൽ നിന്നും കുറച്ച് പേര് വരുന്നുണ്ട് ഗൈസ്. അപ്പം എനിക്ക് 13 വയസ്സായിട്ടുണ്ട്. 13 വയസ്സായി ഗൈസ്. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് ഇപ്പോൾ വരെയുള്ള ഫോട്ടോ ഉമ്മ മാത്രം പോയി പ്രിൻ്റ് എടുത്തോണ്ട്. പ്രിൻ്റ് അല്ലേ എവിടെ പോയി എടുത്തോണ്ട് വന്നാൽ പ്രിൻ്റ് എടുത്തത് തന്നെ. അതുകൊണ്ട് എനിക്കൊരു ഇത് ഭയങ്കര ഒരു ആഗ്രഹത്തിൻ്റെ കൗതുകം പ്ലസ് ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ എടുത്താണ്. ഇത് ഫസ്റ്റ് ഡേയിലുള്ളതാണ്, ജനിച്ചതിൻ്റെ അന്നത്തത്. ഇതെന്റെ വാപ്പാടെ വാപ്പ, ഇതെന്റെ വാപ്പാടെ ഉമ്മ. ഇത് സെക്കൻഡ് മന്ത്, ഇത് 4ാമത്തെ മാസം, 6ാമത്തെ മാസം. ഇതാണ് ഇവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ. ഇത് ഫസ്റ്റ് ബർത്ത്ഡേയുടെ അന്ന് ഒരുപാട് നമ്മൾ ഭയങ്കര ഒരു വലിയ സെലിബ്രേഷൻ ആയിരുന്നു. പക്ഷേ അത് ആരോ കൊണ്ടുവന്നൊരു ഉടുപ്പാണ്, ആ ഉടുപ്പ് ഇട്ടിരിക്കുന്നത്. ഇത് 1 ഇയർ തന്നെ, 1.5 വയസ്സൊക്കെ വരും. ഇത് 2 വയസ്സ്, ഇത് 3 വയസ്സ്, ഇത് 4 വയസ്സ്, ഇത് 5 വയസ്സ്, ഇത് 6 വയസ്സ്, ഇത് 7, 8, 9, ഇത് 10, ഇത് 11. 10-ലേതൊരു സ്കൂളിലെ ഫോട്ടോയാണ്. ബാക്കിയുള്ള പക്ഷേ ഞാൻ പ്രിൻ്റ് എടുത്തില്ലായിരുന്നു. ഇത് 5ാം ക്ലാസ്, കറക്റ്റ് 5 പഠിച്ചപ്പോൾ ഉള്ളത്. അവനെന്തോ ഒരു പ്രൈസ് കിട്ടിയത്. ഇത് 11, ഇത് 12, ഇതെല്ലാം 12ആണ്. പിന്നെ ഇതെല്ലാം 12 തന്നെ. ഇത് നമ്മൾ ചുമ്മാ എനിക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ മാറൂല, അങ്ങനെ ഇതൊക്കെ നോക്കി കണ്ട. ഇപ്പൊ ഈ മുഖം ചോദിക്കാം. കൊള്ളാം. ഇതൊരു കോമഡി ഫോട്ടോ, നല്ല രസമാണ് ഈ ഫോട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആണിത്. ഇത് പിന്നെ ഇതും എനിക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോയാണ്. ഇത് മറ്റേ പ്രാവിനെ വെച്ചോണ്ടിരിക്കുന്നത്, ഇതിൽ പെൺപിള്ളേരെ പോലെ ഇരിക്കുന്നത്. ഇത് 3 വയസ്സെന്ന് പറയാം. 8 വയസ്സെന്ന് പറയാം. ഇത് 8 വയസ്സുള്ള. ആ ടൈമിൽ ഞാൻ നല്ല തടിയായിരുന്നു. ഇത് എനിക്ക് 9 വയസ്സിലെ, അല്ല 7-8 വയസ്സിലെ ഞങ്ങളുടെ ബർത്ത്ഡേയുടേതാണ്. ഇതിപ്പം കൊച്ചി പോയപ്പോൾ എടുത്തു. ഇത് ഇപ്പോഴത്തത്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മളിവന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ബിരിയാണി വെച്ച്. അപ്പം ഇത് ബിരിയാണി വെച്ച്. അപ്പം അപ്പോൾ കാണാം അല്ലേ. ഇനി ഇവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു അല്ല, ഇവൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഇവൻ പുതിയൊരു ഡ്രസ്സ് എടുത്ത് ഇവൻ ഇഷ്ടപ്പെട്ട്, ഇവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ്, ഇപ്പോഴത്തെ പിള്ളേരല്ലേ
ഇതൊക്കെ പുതിയ ഫാഷൻ അല്ലേ? എന്നെക്കാട്ടിൽ ഫാഷനായിട്ട് നടക്കുന്ന ആളാണ് ഇരിക്കുന്നത്. നമ്മളൊരു റെഡ് ആൻഡ് വൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. വാവ്, ഇത് യാര്? ഹാപ്പി ബർത്ത്ഡേ ടു നമ്മളെ കേക്ക് അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് റിലേറ്റീവ്സൊക്കെ വരാനുണ്ട്. ഉമ്മയുടെ ഓഫീസിൽ നിന്നും കുറച്ച് ആളുകൾക്ക് വരാനുണ്ട്. അപ്പം അവരൊക്കെ വന്നിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് വളരെ സന്തോഷമാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പം ചിക്കൻ ഫ്രൈ ആണിത്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഐസ്ക്രീം സോഫയിൽ ഇരുന്ന് എൻ്റെ ഏണാന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്നാലും ഞാൻ ഇതിൻ്റെ അടുത്തോണ്ട്
എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുറച്ച് റിലേറ്റീവ്സ് എല്ലാം ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് 2-3 ക്യൂട്ട് ഗിഫ്റ്റും അല്ലാത്ത കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ ഉമ്മായും എനിക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു. ഗിഫ്റ്റ് അല്ലായിരുന്നു, സർപ്രൈസ് തന്നായിരുന്നു. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യും. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പം ഇതെൻ്റെ മമ്മി എനിക്ക് തന്നതാണ്. മമ്മി എന്ന് പറയുമ്പോൾ ഈ മമ്മിയല്ല, വേറൊരു മമ്മി. അപ്പം ഇത് ഒരു മഷ്റൂം കണക്കത്തെ ലൈറ്റാണ്. കണ്ടില്ലേ, ഇതിപ്പം വെളിയിൽ വെച്ചായതുകൊണ്ടാണ്, ഈ ഔട്ട് സൈഡിലായതുകൊണ്ടാണ് ഇത് ഇത്ര ബ്രൈറ്റ്നെസ് ഇല്ലാത്ത. ഇപ്പോൾ രാത്രിയൊക്കെ കൊണ്ട് ഈ റൂമിൻ്റെ അകത്ത് വെച്ചിട്ട് ഓണാക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ്നെസ്സാണ്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നല്ല രസമല്ലേ കാണാൻ. ഇതെൻ്റെ ഇന്തായി തന്നതാണ്. അപ്പം ഇത് കണ്ടില്ലേ, ഈ ഒരുപാട് ഇഷ്ടപ്പെട്ട്. കണ്ടി, ഇതിൻ്റെ അകത്ത് പേനയൊക്കെ കുത്തിക്കയറ്റി വയ്ക്കുക. വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, ഈ 2 സാധനം തന്നവരെ എനിക്ക് ക്യാഷും തന്നു. അപ്പം കുറച്ച് സംഭവങ്ങളൊക്കെ ആ ക്യാഷ് എനിക്ക് തന്നു. കുറച്ച് ബർത്ത്ഡേ ഒക്കെ ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കും. ഒരു എല്ലാ ദിവസവും ബർത്ത്ഡേ തന്നെ ഇത്രയും ഗിഫ്റ്റ്. ഇത് പിന്നെ എൻ്റെ ഉമ്മ എനിക്ക് സർപ്രൈസ് തന്ന സംഭവമാണ് ഇത്രയും മാംഗോ. 7, 9, 8, 10. അപ്പോൾ ഇത്രയും മാംഗോ ഓർഡറിനാണെങ്കിൽ ഇത്ര തൊട്ട് 7, 8, 9, 10. ഇതിന് മുമ്പുള്ളതൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞ്. അപ്പം ഉമ്മാടുത്ത് ഞാൻ ഇത് മുമ്പേ പറയായിരുന്നു, ഉമ്മ ഒത്തിരി വാങ്ങിച്ചു തരുമെന്ന്. ഇപ്പോൾ മറയും, ഇനിയിപ്പോൾ വാങ്ങിച്ചു തരാം, എൻ്റെ പൈസയൊന്നുമില്ല, ചുമ്മാ പറയണേണ്. എന്നിട്ട് ഇന്നലെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്കും എനിക്കിത് തുറന്ന് നോക്കിയപ്പോൾ 4 വോളിയോ. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന വോളിയോ എനിക്ക് വാങ്ങിച്ചു തന്നു. അപ്പോൾ ഇത് മൊത്തം ഇത് വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഏതാണ്ടേ അപ്പം ഇതെൻ്റെ ഉമ്മയുടെ ഓഫീസിലുള്ള ഒരു മാമ തന്നതാണ്. അവര് 3 പേരുടെ വാങ്ങിയതാണ്. അവൻ മാത്രം 3 പേരുടെ വാങ്ങിയതാണ്. അപ്പോൾ ഉമ്മയുടെ ഓഫീസിലെ 3 പേരൂടെ ഒരുമിച്ച് നിന്ന് വാങ്ങിയതാണ്. ഒരു സ്പോർട്സിൻ്റെ ഷൂ ആണ്. ഇത് നിനക്ക് കറക്റ്റാണ്? കറക്റ്റാണ്, നല്ല കറക്റ്റാണ്. കറക്റ്റ് എങ്ങനെയുണ്ടോ കറക്റ്റ്. അവര് ഇതിൻ്റെ കൂടെ ഒരു സോക്സും കൂടെ വരുന്നുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. നല്ല ഡിസൈനാണ്, നല്ല കളറൊക്കെയാണ്. പിന്നെ ഈ കുഞ്ഞു ഗിഫ്റ്റ് തന്നവര് നിനക്ക് പൈസയും തന്നല്ലോ, അത് പറഞ്ഞില്ല. ഓക്കെ ഗൈസ്, അപ്പം ഇതെനിക്ക് ചേർന്ന് എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നത് ഇത് ഞാൻ തന്നത് അതിന്റെ കൂട്ടത്തിൽ പറയുന്നില്ലല്ലോ. നമ്മളെപ്പോഴും എന്നെപ്പറ്റി നീ അല്ലെങ്കിലും പറയാറില്ലല്ലോ.
ഉമ്മ ഉമ്മ മൊത്തം സർപ്രൈസ് ആയിരുന്നു. ഒരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചില്ല. മൊത്തം ബർത്ത്ഡേയുടെ അന്ന് വന്നു തന്നു സർപ്രൈസ് എന്ന് പറഞ്ഞു. ഗൈസ് അപ്പോൾ ഇത് എൻ്റെ പണ്ടത്തെ ഫോട്ടോസൊക്കെയാണ്. ഇത് പണ്ടത്തെ ഫോട്ടോസ് വേണ്ടേ നമ്മളെ പഴയ വീട്ടിലൊക്കെ നിൽക്കുന്നു ഞാൻ. വിഷു ഞാൻ ഇത് വായിച്ചു തരാം നിങ്ങൾക്ക്. ഹാപ്പി ബർത്ത്ഡേ, വിഷ് യു സ്മൈൽ ബി ബ്രൈറ്റ് ആസ് ദ സൺ ഷൈൻസ് എവറി ഡേ. തോട്ട് പിന്നെ സംഭവം എ സൺ ഈസ് മദേഴ്സ് മോസ്റ്റ് പ്രീഷ്യസ് ട്രഷർ. എ മദേഴ്സ് ലവ് ഫോർ ഹെർ സൺ ഈസ് ലൈക്ക് നത്തിങ് എൽസ് ഇൻ ദ വേൾഡ്. A mother sounds at man of tenderness and children sleep soundly in them. A son hold your hand forever, but hurt for a lifetime. Children are the anger that you hold mother to life. ഇത് എൻ്റെ കൊച്ചാപ്പ തന്ന ഗിഫ്റ്റാണ്. ഇതെങ്ങനെ തിന്നു തീർക്കുമെന്നും പറഞ്ഞല്ല ഞാൻ ഇരിക്കണേ. ഇത് ഒറ്റ അടിക്ക് ഞാൻ തിന്നു തീർക്കും, നോക്കൂ. അപ്പം ഫസ്റ്റ് തന്നെ ഇത് എടുത്ത് കാണിക്കുകയാണെങ്കിൽ കുറെ കാണുമല്ലോടേ. എടുത്തോ. ഫസ്റ്റ് തന്നെ ഇതൊരു ഗിഫ്റ്റ് ഹാമ്പർ ബോക്സ് പോലെ ചെയ്ത് അഡിഡാസിന്റെ സ്പ്രേ. ഇതിന്റെ ബാക്ക് കാണുമ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇത് നമ്മളെ വെളിയിൽ ഇങ്ങനെ മേശ ഇട്ടിട്ടുണ്ട്. അപ്പം അകത്ത് നിന്നാൽ ചൂടായതുകൊണ്ട് നമ്മളിവിടെ പുറത്ത് നിൽക്കുന്നതേ ഉള്ളൂ. ഈ കരിയില കൂട്ടിയിട്ടേക്കുന്നത് ചൂടായതുകൊണ്ട് ഈ ചെടിയുടെ മുകളിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പം പിന്നെ എനിക്ക് കുറച്ച് സ്വീറ്റ്സ് തന്നിട്ടുണ്ട്. ഈ ചെറിയ ബോക്സിൻ്റെ അകത്ത് ഇത്രയും സാധനം. ചോക്ലേറ്റ് ഹാമ്പർ ബോക്സ് എന്ന് പറയുമ്പോൾ പിന്നെ 2 ചോക്ലേറ്റ്, 2 സ്യൂപ്പേഡ ബ്രേക്ക് എന്ന് പറഞ്ഞ ചോക്ലേറ്റ്. ഇതെന്തുവാ? അത് പിന്നെ എടുക്കാം. ഈ മുട്ടായി എടുക്കാം. പിന്നെ ടോബ്ലറോണിൻ്റെ ഒരു വലിയ പീസ്. അത് കട്ട് ചെയ്യണ്ട, ഇരിക്കട്ടെ. ടോബ്ലറോണിൻ്റെ ഒരു വലിയ പീസ്. പിന്നെ വീണ്ടും ഉണ്ട് ഗാലക്സിയുടെ ഫ്ലൂട്ട്സിൻ്റെ വേണ്ടേ അത്. പിന്നെ ഫ്രൂട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു സ്വീറ്റ് കൂടെ ഉണ്ട്. പിന്നെന്ന് പറയുമ്പം മറ്റേ സ്റ്റിക്കി നോട്ട് ഉണ്ടല്ലേ, നമ്മളെ സാധാരണ സ്റ്റിക്കി നോട്ട്. പിന്നെ നമ്മുടെ സാധാരണ പേപ്പർ അതൊക്കെ പഠിക്കാനുള്ള സാധനമാണ്. ചുമ്മാ അങ്ങനെ ഒരു സ്റ്റേഷനറി ഐറ്റം. അതും സ്റ്റിക്കി നോട്ട് തന്നെ. സ്റ്റിക്കി നോട്ട്, കളറ്. പിന്നെ ഇത് കളറ്. എൻ്റെ കളർ ഡോംസ്. ഇഷ്ടപ്പെട്ടാ? ഓ കൊള്ളാം. തുറന്ന് രസമുണ്ടല്ലേ? കൊള്ളാം. കൊള്ളാം. ഹലോ ഗൈസ്, അപ്പം ഇതും കൊള്ളാം. ഒരുപാട് ഇങ്കുണ്ട് കേട്ടോ. പിന്നെ ഒരു ഡയറി. എനിക്ക് ഇതെന്തോ സംഭവം? രസമുണ്ടല്ലേ? ഡയറി എഴുതാനാണ് സംഭവം. പിന്നെ 2 പെന്ന് തന്നിട്ടുണ്ട്. ബോൾ പെന്നാണ് ഗൈസ്. ഇത് ബോൾ പെന്നിൻ്റെ അതേ പെന്ന്. പിന്നെ ഒരു ഫെവിക്കോള്, പിന്നെ കട്ടറ്, ഷാർപ്പനർ, ഹൈലൈറ്റർ, അപ്സരയുടെ പെൻസില്. ഗൈസ് അപ്പോൾ എനിക്ക് ഇത്രയും കുറച്ച് ബാക്കിലോട്ട് എന്നാലേ ഞാൻ കാണാൻ പറ്റും. ഗൈസ് അപ്പോൾ എനിക്ക് ഇത്രയും ഗിഫ്റ്റ്സ് തന്നതിനും എന്നെ ഇത്രയും സ്നേഹിച്ചതിനും എല്ലാവർക്കും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പം ഈ ഗിഫ്റ്റെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സംഭവം എന്നും ബർത്ത്ഡേ തന്നെ കൊള്ളായിരുന്നു, ഇങ്ങനെ ഓരോന്ന് കിട്ടുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ബർത്ത്ഡേ ഒരു ദിവസമായി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ ഗിഫ്റ്റ്. ഇത് ഇനിയെല്ലാം ഉണ്ടോ? ഇനിയൊന്നും എടുക്കാനില്ല.
അപ്പം ഇതാണ് എൻ്റെ ഗിഫ്റ്റ് അൺബോക്സിങ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെയും ടാറ്റാ ബൈ ബൈ.